everyone, welcome back to my channel. അപ്പോൾ നമ്മുടെ SSC MTS എക്സാമിൻ്റെ ഷിഫ്റ്റ് അനാലിസിസ് സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഞാനിന്ന് ഇംഗ്ലീഷിൻ്റെ അനാലിസിസ് വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. ഞാൻ എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അപ്കമിങ് എക്സാംസിന് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മീനിങ് ഓഫ് ദി ഇഡിയം എ വെയിൽ ഓഫ് ടൈം. A veil of time എന്ന ഇഡിയത്തിൻ്റെ മീനിങ് ആണ് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് മീൻസ് ടു ഹാവ് എ ഗ്രേറ്റ് ഫൺ ഓർ എക്സൈറ്റിംഗ് ടൈം. ഒരു ഗ്രേറ്റ് അല്ലെങ്കിൽ ഫൺ അല്ലെങ്കിൽ ഒരു ഹാപ്പി ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എ വെയിൽ ഓഫ് എ ടൈം എന്ന് പറയുന്നത്. എന്താണ് എ വെയിൽ ഓഫ് എ ടൈം മീൻസ് ടു ഹാവ് എ ഗ്രേറ്റ് ഫൺ ഓർ എക്സൈറ്റിംഗ് ടൈമാണ് എ വെയിൽ ഓഫ് എ ടൈം മീൻസ്. ഞാൻ ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതൊരു എക്സാം മോഡിൽ കൊടുത്തതാണ്. ടൈം എന്ന ഇഡിയത്തിൽ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്? ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ വെരി എൻജോയബിൾ ടൈം. എ വെരി എൻജോയബിൾ ടൈം. ഓക്കെ, കുറച്ച് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് മീൻസ് ഇൻ കൺഫ്യൂഷൻ ആണ്. ഓക്കെ, എന്താണ്? ഇറ്റ് മീൻസ് ഇൻ കൺഫ്യൂഷൻ എന്നാണ്. ഓക്കെ, അതായത് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനാണ് എന്ത് പറയുന്നത്, അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് പറയുന്നത്. ദെൻ വൺസ് ഇൻ എ ബ്ലൂ മൂൺ, ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഡിസ്കസ് ചെയ്തതാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്താണ്? വെരി റെയർലി വെരി റെയർ ആയിട്ട് നടക്കുന്നതാണ് എന്ത്, വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആന്റോണിയം ഓഫ് ഡിഗ് ആണ്. ഇത് നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആന്റോണിയം ഓഫ് ഡിഗ്. ഡിഗിന്റെ ആന്റോണിയം എന്താണ്? ഡിഗ് മീൻസ് എന്താ? ഒരു കാര്യം നമ്മൾ ഡിഗ് ചെയ്ത് അവിടെ നിന്ന് മാറ്റുന്നു, അല്ലെ അവിടെ ഒരു ഹോൾ ആക്കുന്നു, അവിടെ ഒരു ശൂന്യത ഉണ്ടാക്കുന്നു. ആൻഡ് വാട്ട് ഇസ് ഫിൽ മീൻസ്? ഫിൽ മീൻസ് അതിനെ തിരിച്ച് ഫിൽ ചെയ്യുന്നു. ഓക്കെ, സോ ഡിഗിന്റെ ആന്റോണിയം എന്താണ്? ഇറ്റ്സ് ഫിൽ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആന്റോണിയം ഓഫ് അബുണ്ടന്റ് ആണ്. അബുണ്ടന്റിന്റെ ആന്റോണിയം എന്താ? അബുണ്ടന്റ് മീൻസ് ഒരുപാടാണ്. ആൻഡ് അപ്പോൾ അബുണ്ടന്റിന്റെ ആന്റോണിയം ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ഇറ്റ് മീൻസ് സ്കേഴ്സ് ആണ്. ഓക്കെ, സ്കേഴ്സ് ആണ് അബുണ്ടന്റ് ആന്റോണിയം ആയിട്ട് വരുന്നത്. ദെൻ നമുക്കറിയാം ഏൻഷ്യന്റ് ആന്റോണിയം എന്താണ്? ഇറ്റ്സ് മോഡേൺ. ഏൻഷ്യന്റ് മോഡേൺ ആണ്. ആൻഡ് ആർട്ടിഫിഷ്യലിന്റെ എന്താണ്? ഇറ്റ്സ് നാച്ചുറൽ. ആർട്ടിഫിഷ്യലിന്റെ എന്താണ്? നാച്ചുറൽ. അതുപോലെ ഒപ്റ്റിമിസ്റ്റിക് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഒപ്റ്റിമിസ്റ്റിക്കിന്റെ ഐ തിങ്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ശുഭ പ്രതീക്ഷയുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു ഗുഡ് ഫ്യൂച്ചർ, എപ്പോഴും എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ് ആര്? ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? പെസിമിസ്റ്റിക് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആരാണ്? പെസിമിസ്റ്റിക് ആണ്. പെസിമിസ്റ്റിക് മീൻസ് എന്താണ്? എല്ലാത്തിലും ഒരു നെഗറ്റീവ് ആണ്, എല്ലാം ഒരു നെഗറ്റീവായിട്ട് തീരും, എല്ലാത്തിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് പെസിമിസ്റ്റിക്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിമിസ്റ്റിക്കിൻ്റെ ആന്റോണിയം എന്താണ്? പെസിമിസ്റ്റിക് ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മീനിങ് ഓഫ് ദി വേർഡ് ലെക്കോണിക്. ലെക്കോണിക് എന്ന വേർഡിന്റെ മീനിങ് ആണ്. ലെക്കോണിക് മീൻസ് എന്താണ്? എക്സ്പ്രസിങ് മച്ച് ഇൻ ഫ്യൂ വേർഡ്സ്. ബ്രീഫും കൺസൈസുമായിട്ട് വളരെ കുറച്ച് വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് എന്ത്? ലെക്കോണിക് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനതിൽ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷൻസുമായിട്ട് ഏറ്റവും കൂടുതൽ ലെക്കോണിക് എന്ന വേർഡ് യോജിച്ച് നിൽക്കുന്നത് ഏതുമായിട്ടായിരിക്കും? യൂസിങ് വെരി ഫ്യൂ വേർഡ്സ്. ഓക്കെ, വെരി ഫ്യൂ വേർഡ്സ് മാത്രം യൂസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ലെക്കോണിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പോസിബിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. വെർബോസ് ആണ്. വെർബോസ് മീൻസ് എന്താ? വേർഡിയാണ്. ഓക്കെ, ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്യുക. വെർബോസ് മീൻസ് വേർഡിയാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെസിറ്റ് ആണ്. ആൻഡ് ടെസിറ്റൺ മീൻസ് റിസർവ്ഡ് ആൻഡ് സൈലന്റ്. റിസർവ്ഡ് ആയിട്ട് സൈലന്റ് ആയിട്ടിരിക്കുന്നത് ഇതിനെയാണ് എന്ത് പറയുന്നത്? ടെസിറ്റ് ആണ്. ഓക്കെ, ടെസിറ്റൺ മീൻസ് എന്താണ്? അപ്പോൾ ടെസിറ്റൺ മീൻസ് റിസർവ്ഡ് ആൻഡ് സൈലന്റ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് എന്ന് വെച്ചാൽ മെറ്റിക്കുലസ് ആണ്. മെറ്റിക്കുലസ് നമുക്ക് ചോദിക്കുന്നതാണ് എപ്പോഴും. മെറ്റിക്കുലസ് മീൻസ് വളരെ കെയർഫുൾ ആയിട്ട് അല്ലെങ്കിൽ പ്രിസൈസ് ആയിട്ട് ഓരോന്നും ചെയ്യുന്ന കാര്യമാണ് നമ്മൾ മെറ്റിക്കുലസ് ആയിട്ട് പറയുന്നത്. വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുന്നതാണ് എന്ത്? മെറ്റിക്കുലസ്. ഓക്കെ, കെയർഫുൾ ആൻഡ് പ്രിസൈസ് ആണ് മെറ്റിക്കുലസ്. ആൻഡ് ഒബ്സലീറ്റും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒബ്സലീറ്റ് മീൻസ് ഔട്ട്ഡേറ്റഡ് ആണ്. ഒബ്സലീറ്റ് മിക്കവാറും ചോദിക്കുന്നതാണ്. ഇറ്റ് മീൻസ് എന്താണ്? ഔട്ട്ഡേറ്റഡ്. ഓക്കെ, ഒബ്സലീറ്റ് മീൻസ് ഔട്ട്ഡേറ്റഡ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. One word substitution for a person who opposes war or the use of military forces. വാറിനെ ഒപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ മിലിറ്ററി ഫോഴ്സസിന്റെ ഉപയോഗത്തെ ഒപ്പോസ് ചെയ്യുന്ന ആളെ എന്താ പറയുന്നത്? They are called as pacifist. എന്താണ്? പെസിഫിസ്റ്റ്. ഓക്കെ, a person who opposes war or the use of military forces ആരാണ്? പെസിഫിസ്റ്റ് ആണ്. അതുമായിട്ട് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് a person who loves mankind. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു അല്ലേ? ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്. എന്താണ്? ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്. a person who loves mankind ആരാണ്? ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്. ഓക്കെ, ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്. a person who hates women, മിസോജിനിസ്റ്റ്. ഏതാണ്? who hates women എന്താണ്? മിസോജിനിസ്റ്റ് ആണ്. a person who hates women എന്താണ്? മിസോജിനിസ്റ്റ് ആണ്. and a person who hates men എന്താണ് പറയുന്നത്? മിസാൻഡ്രിസ്റ്റ്. ഓക്കെ, മിസാൻഡ്രിസ്റ്റ് എന്താണ്? മിസാൻഡ്രിസ്റ്റ് എന്ന് പറയുന്നത് a person who hates men. ഓക്കെ, അപ്പൊ മിസോജിനിസ്റ്റ് എന്ന് പറയുന്നത് a person who hates women ആണ്. and a person who hates men എന്താണ്? മിസാൻഡ്രിസ്റ്റ് ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
എ പേഴ്സൺ ഹൂ ബിലീവ്സ് ഇൻ ഫെയ്റ്റിൽ വിധിയിൽ വിശ്വസിക്കുന്ന പേഴ്സണിനെ എന്താ വിളിക്കുന്നത്? ഫെയ്റ്റലിസ്റ്റ്. ഫെയ്റ്റിൽ വിശ്വസിക്കുന്ന ആളെ എന്താ നമ്മൾ വിളിക്കുന്നത്? ഫെയ്റ്റലിസ്റ്റ് ആണ്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പേഴ്സൺ ഹൂ ഡൗട്ട്സ് എവറിത്തിങ്. എ പേഴ്സൺ ഹൂ ഡൗട്ട്സ് എവറിത്തിങ് സ്കെപ്റ്റിക് ആണ്. സ്കെപ്റ്റിക് നമുക്ക് ചോദിക്കുന്നതാണ് ഇടയ്ക്ക്. സ്കെപ്റ്റിക് എന്താണ്? സ്കെപ്റ്റിക് മീൻസ് എ പേഴ്സൺ ഹൂ ഡൗട്ട്സ് എവറിത്തിങ്. എല്ലാ കാര്യവും ഡൗട്ടാണ് പുള്ളിക്ക്. എ പേഴ്സൺ ഹൂ ഡൗട്ട്സ് എവറിത്തിങ് ആണ് എന്ത് പറയുന്നത്? സ്കെപ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, then a person who loves books, they are called bibliophiles. Okay, bibliophiles എന്താണ്? a person who loves books. Okay, bibliophile സ്പെല്ലിംഗ് കൂടെ നോക്കി വെച്ചോ. bibliophile എന്താണ്? a person who loves books. Okay, a person who loves books ആണ് എന്ത്? bibliophile. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ആണ്. നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ എംപാരസ്മെന്റ് ആണ്. ഓക്കെ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു അല്ലെ, റിലേറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തൊരു വേർഡാണ് എംപാരസ്മെന്റ്. അതാണ് ഇതിൽ ചോദിച്ചേക്കുന്നത്. എൻ്റെ എംപാരസ്മെന്റ് നോക്കി 2 ആറും ഉണ്ട് 2 എസും ഉണ്ട്. എന്താണ്? 2 ആറും ഉണ്ട് 2 എസും ഉണ്ട്. എംപാരസ്മെന്റ് 2 ആറും ഉണ്ട് 2 എസും ഉണ്ട്. ഓക്കെ, സോ ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒക്കറൻസ്. ഒക്കറൻസും അതുപോലെ തന്നെയാണ്. 2 സി ഉണ്ട് 2 ആറുണ്ട്. എന്താണ്? ഒക്കറൻസിൽ എന്തൊക്കെയുണ്ട്? 2 സി ഉണ്ട് 2 ആറുണ്ട്. ഒക്കറൻസ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റെക്കമെൻഡ്. ഐ തിങ്ക് ഇതൊക്കെ നമ്മൾ ഇന്നലെയും ഡിസ്കസ് ചെയ്തു, എന്നാലും ഒന്നുകൂടി പോട്ടെ. ഓക്കെ, റെക്കമെൻഡ് ഒക്കെ ആക്ച്വലി ഈസി വേർഡ്സ് ആണ്, ബട്ട് നമുക്ക് എക്സാം ഹോളിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരും. റെക്കമെൻഡിൽ എങ്ങനെയാണ് വരുന്നത്? സി ഒന്നേ ഉള്ളൂ, പക്ഷേ ഉണ്ട് കേട്ടോ. കഴിഞ്ഞിട്ട് END ആണ്. റെക്കമെൻഡ് എങ്ങനെയാണ് വരുന്നത്? RECOMMEND. എങ്ങനെയാണ്? MEND ആണ് റെക്കമെൻഡ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കൺവീനിയൻ്റ് ആണ്. കൺവീനിയൻ്റ് എന്താണ്? CONVE ആണ്. ഓക്കെ, കൺവീനിയൻറ്റ്. ഓക്കെ, NIENT, നിയൻറ്റ്, കൺവീനിയൻറ്റ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് മീനിങ് ഓഫ് ദി ഇഡിയം മേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മീനിങ് ഓഫ് ദി ഇഡിയം മേക്ക് വൺസ് ടോസ് കേൾ. മേക്ക് വൺസ് ടോസ് കേൾ എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് മീൻസ് ടു ഫീൽ എക്സ്ട്രീംലി എംബാരസ്ഡ് ഓർ ഷോക്ഡ്. ടു ഫീൽ എക്സ്ട്രീംലി എംബാരസ്ഡ്. ഒരു സിറ്റുവേഷനിൽ ടു ഫീൽ എക്സ്ട്രീംലി എംബാരസ്ഡ് ആയിട്ടൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്നതാണ് ടു മേക്ക് വൺസ് ടോസ് കേൾ എന്ന് പറയുന്നത്. ഷോക്ഡ് ആയിട്ടല്ലേ, എംബാരസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് എന്ത് പറയുക? ടു മേക്ക് വൺസ് ടോസ് കേൾ. ഓക്കെ, then the next idiom എന്ന് പറഞ്ഞാൽ ഹിറ്റ് ദി സാക്ക്. ഹിറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലീപ്പാണ് കേട്ടോ. ഹിറ്റ് ദ സാക്ക് എന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താ? ഉറങ്ങുന്ന. ഓക്കെ, ഹിറ്റ് ദ സാക്ക് മീൻസ് സ്ലീപ്പാണ്. ദെൻ അണ്ടർ ദ വെദർ. ഓക്കെ, അണ്ടർ ദ വെദർ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ഇല്ല. ഓക്കെ, അണ്ടർ ദ വെദർ എന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താ? സ്ലൈറ്റ്ലി ഇല്ല, വയ്യ, ചെറുതായിട്ട് വയ്യ. അതിനാണ് എന്താ പറയുക? അണ്ടർ ദ വെദർ എന്ന് പറയുന്നത്. ഓക്കെ, സ്ലൈറ്റ്ലി ഇൽ. ദെൻ ഓൺ ക്ലൗഡ് നൈൻ. നമുക്കറിയാം, നമ്മളിപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. ഓൺ ക്ലൗഡ് നൈൻ എന്താണ്? എക്സ്ട്രീംലി ഹാപ്പി. ഒരു എക്സ്ട്രീംലി ഹാപ്പി സിറ്റുവേഷനെയാണ് നമ്മൾ എന്താ? ഓൺ ക്ലൗഡ് നൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സ്ട്രീംലി ഹാപ്പി സിറ്റുവേഷനാണ് നമ്മൾ ഓൺ ക്ലൗഡ് നൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഈസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ എ പേഴ്സൺ ഹു ഡസ് നോട്ട് ഹാവ് ഇനഫ് മണി ടു പേ ഹിസ് ഡെബിറ്റ്സ്. ഡെബിറ്റ്സ് പേ ചെയ്യാനായിട്ട് ഇനഫ് മണി ഇല്ലാത്തൊരാളെ വിളിക്കുന്ന പേരെന്താണ്? ദേ ആർ കോൾഡ് ഇൻസോൾവെന്റ്. എന്താണ്? ഇൻസോൾവെന്റ്. അപ്പോൾ ഇൻസോൾവെന്റ് മീൻസ് എ പേഴ്സൺ who does not have enough money to pay his debts. Insolvent means a person who does not have enough money to pay his debts. Okay, so the next എന്ന് പറയുന്നത് a person who cannot read or write ആരാണ്? illiterate ആണ്. നമുക്കറിയാം illiterate ആണ്. a person who cannot read or write means illiterate ആണ്. and who spends money carelessly. Okay, careless ആയിട്ട് പൈസ സ്പെൻഡ് ചെയ്യുന്ന ആളെ എന്താ പറയുക? spendthrift. Okay, spendthrift means a person who spends money കെയർലെസ്ലി. നമ്മൾ ഇന്നലെ പഠിച്ചു, ഒട്ടും പൈസ സ്പെൻഡ് ചെയ്യാൻ വില്ലിങ് അല്ലാത്ത ആളെ നമ്മൾ എന്താ വിളിക്കുക? മിസ്സർ. ഓക്കെ, ഇന്നലെ നമ്മൾ പഠിച്ചതാണ്. മിസ്സർ എന്താണ്? ഒട്ടും വില്ലിങ് അല്ല, പൈസ സ്പെൻഡ് ചെയ്യാൻ ഒട്ടും വില്ലിങ് അല്ലാത്ത ആളാണ് മിസ്സർ. അപ്പോൾ സ്പെൻഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഹൂ സ്പെൻഡ്സ് മണി കെയർലെസ്ലി. ഓക്കെ, ഹൂ സ്പെൻഡ്സ് മണി കെയർലെസ്ലി ആണ് സ്പെൻഡ്രിഫ്റ്റർ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ്. നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇതൊക്കെ. ആൻറ്റോണിയം ഓഫ് എ ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്. ഫിലാന്ത്രോപ്പിസ്റ്റ് എന്തായിരുന്നു? എ പേഴ്സൺ ഹു ലവ്സ്. ഓക്കെ, ഫിലാന്ത്രോപ്പിസ്റ്റ് എന്താണ്? എ പേഴ്സൺ ഹു ലവ്സ്. ആൻഡ് മിസാന്ത്രോപ്പിസ്റ്റ് എന്താണ്? എ പേഴ്സൺ ഹു ഹേറ്റ്സ്. എ പേഴ്സൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ് എന്താണ്? മിസാന്ത്രോപ്പിസ്റ്റ് ആണ്. ഓക്കെ, എ പേഴ്സൺ ഹു ലവ്സ് മാൻകൈൻഡ് എന്താണ്? ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്. ആൻഡ് ആൻറ്റോണിയം ആയിട്ട് വരും മിസാന്ത്രോപ്പിസ്റ്റ്, വിച്ച് മീൻസ് എ പേഴ്സൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻറ്റോണിയം ഓഫ് ഡിസ്പേഴ്സ്. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡിസ്പേഴ്സിൻ്റെ ആൻറ്റോണിയം എന്താണ്? ഗ്യാദർ. ഡിസ്പേഴ്സിൻ്റെ ആൻറ്റോണിയം എന്താണ്? ഗ്യാദർ ആണ്. നമുക്കറിയാം ഡിസ്പേഴ്സ് എന്താണ്? ടു സ്കാറ്റർ ഓർ സ്പ്രെഡ് ആക്കി ഇടുന്നതിനാണ് നമ്മളെന്താ? ഡിസ്പേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം ഗ്യാദർ എന്ന് വെച്ചാൽ എല്ലാത്തിനെയും ഒരുമിച്ച്, ടുഗെദർ, ടു ബ്രിങ് എവറിത്തിങ് ടുഗെദർ ആണ്. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൈജീൻ്റെ കറക്റ്റ്ലി സ്പെൽഡ് ഏതാണ്? ഹൈജീൻ. HY കഴിഞ്ഞിട്ട് GIENE. ഓക്കെ, G കഴിഞ്ഞ് IENE.
ഹൈജീൻ. ദെൻ ഇന്നലെയും ഡിസ്കസ് ചെയ്തതെന്ന് തോന്നുന്നു, MAINTE ആണ്. ദെൻ N കഴിഞ്ഞിട്ട് ANC ആണ്. ഓക്കെ, മെയിൻ്റനൻസ്. ദെൻ ദ ഒക്കറൻസ് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു അല്ലേ. OCC URR 2 C ഉണ്ട് 2 R ഉണ്ട്. ഇതിനാണ് 2 C ഉണ്ട് 2 R ഉണ്ട് ഒക്കറൻസിന്. ഓക്കെ, ഞാനപ്പോൾ ഇനിയും എൻ്റെ ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോസ് തുടരുന്നതായിരിക്കും MTS എക്സാമിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണ്, ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്